നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിലുണ്ടായ രാഷ്ട്രീയ മാറ്റം അത് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ബംഗാളിൽ ഭരണം നടത്തിയിരുന്നത് തൃണമൂൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ മമതാ ബാനർജിയുമാണ്. മമതാ ബാനർജി 2011 ഇടതുഭരണത്തിന് അവസാനം കുറിച്ച് ബംഗാളിൽ അധികാരത്തിലെത്തിയത്. നീണ്ട 34 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനാണ് 2011 തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അറുതി വരുത്തിയത്. പിന്നീട് മമതാ ബാനർജിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റുകൾ നേടിയാണ് 294 അംഗ നിയമസഭയിൽ മമതാ ബാനർജി ജയിച്ചു കയറിയത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ അനുകൂലമായ നയങ്ങൾ, ഇതെല്ലാം മമതാ ബാനർജിയെ തുടർഭരണം നേടാൻ എന്നും പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ പ്രധാന എതിരാളികളായി BJP എത്തിയതോടുകൂടിയാണ് മമതയുടെ കസേരയ്ക്ക് അനക്കം തട്ടി തുടങ്ങിയത്. 2026 ആയപ്പോഴേക്കും ആ കസേര BJP പിടിച്ചെടുക്കുകയും ചെയ്തു. മമതാ ബാനർജിയുടെ തന്നെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന സുവേന്ദു അധികാരിയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത് BJP ഈ മമതയ്ക്കെതിരായിട്ടുള്ള വലിയ ആയുധമായി പ്രയോഗിച്ചത്. ഒടുവിൽ സുവേന്ദു അധികാരി ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. മമതാ ബാനർജിയുടെ കാലഘട്ടത്തിലെ പോലെ അല്ല, മറ്റു പല രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ സംസ്ഥാനം. അതായത് മമതാ ബാനർജി സൈന്യത്തിനെതിരെ പോലും നിലപാടെടുത്തിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അതിർത്തികൾ വേലി കെട്ടി തിരിക്കാനായി ഭൂമി ആവശ്യപ്പെട്ട സൈന്യത്തിൻ്റെ ആ ആവശ്യത്തോട് ഇതുവരെ മമതാ ബാനർജി അനുകൂലമായ നിലപാടെടുത്തിരുന്നില്ല. എന്നാൽ സുവേന്ദു അധികാരി സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ അതിർത്തികൾ സംരക്ഷിക്കാൻ ഏക്കർ കണക്കിന് ഭൂമി BSFന് കൈമാറുകയായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ ശൈലിയിൽ, ഭരണശൈലിയിലൊക്കെ വലിയ മാറ്റങ്ങൾ ബംഗാളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമാണ് ബംഗാളിൽ 35 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭാ വികസനം നടന്നത്. ഇതോടുകൂടി ബംഗാൾ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ എണ്ണം 41 35 മന്ത്രിമാരാണ് പുതുതായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് കലിത മാജി എന്ന് പറയുന്ന ഒരു വനിത. ഈ വനിതയെക്കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾ നടക്കുന്നത്. ഇവരൊരു സാധാരണക്കാരിയായ ഒരു വനിതയാണ്. അതായത് ഈ അടുത്ത കാലം മുമ്പ് വരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ തൻ്റെ കുടുംബത്തെ പോറ്റാനായി വീട്ടുജോലി പോലും ചെയ്തിരുന്ന ഒരു വനിതയായിരുന്നു. അതും വെറും മാസത്തിൽ 2000-ഓ 2500 രൂപയ്ക്കോ വേണ്ടിയിട്ടാണ് ഇവർ വീട്ടുജോലി ചെയ്തിരുന്നത്. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടമ്മയായിരുന്നു ഈ കലിത മാജി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. BJPയിലെ ഒരു ബൂത്ത് തല പ്രവർത്തകയായിട്ടാണ് കലിത മാജി രംഗപ്രവേശനം ചെയ്യുന്നത്. ഒരുപാട് കാലമൊന്നും ആയില്ല, ഈ അടുത്ത കാലത്ത് തന്നെയാണ്. 2021 പാർട്ടി അവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓസ്ഗ്രാം മണ്ഡലത്തിൽ നിന്നും കലിത മാജി മത്സരിച്ചിരുന്നു. എന്നാൽ ആ മത്സരത്തിൽ കലിത മാജി പരാജയപ്പെട്ടു. പക്ഷേ ആ മണ്ഡലം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. കഴിഞ്ഞ 5 വർഷവും ആ മണ്ഡലത്തിൽ തന്നെ ഒരു BJP കാര്യകർത്താവായി നിന്ന് പ്രവർത്തിച്ചു. ജനങ്ങളുടെ വിശ്വാസം നേടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓസ്ഗ്രാം മണ്ഡലം കലിത മാജി തൂക്കി എന്ന് തന്നെ പറയാം. സംസ്ഥാനം ഒട്ടാകെ വന്ന ഒരു BJP തരംഗം, ആ തരംഗത്തിൽ കലിത മാജിയും ജയിച്ചു കയറുകയായിരുന്നു. കാരണം പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകത്തിൽ നിന്ന്, അതായത് ബൂത്ത് തലത്തിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു സാധാരണ പ്രവർത്തകയായിരുന്നു. അവർക്കാണ് 2021 പാർട്ടി സീറ്റ് കൊടുക്കുന്നത്. ആ പാർട്ടി സീറ്റ് 2026 അവർ നിലനിർത്തി. പിന്നീട് 2026 തെരഞ്ഞെടുപ്പിൽ വലിയ ജനപിന്തുണയോടുകൂടി MLA ആവുകയും ചെയ്തു. ഇപ്പോഴിതാ മന്ത്രിയായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണക്കാരിയായ സ്ത്രീ, ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സ്ത്രീ, മാത്രമല്ല സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗം, വീട്ടുജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയാണ് ഇപ്പോൾ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ സഹമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്നത്. വകുപ്പുകളടക്കം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. വകുപ്പുകൾ ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ള വിവരങ്ങൾ ഇനി ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. പക്ഷേ കലിത മാജി ഈ സുവേന്ദു അധികാരി മന്ത്രിസഭയിൽ അംഗമാവുകയാണ്. സ്ത്രീകൾക്ക് അർഹമായ
പ്രാതിനിധ്യം നൽകണം എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കലിത മാജി മന്ത്രിയായിരിക്കുന്നത്. നേരത്തെ RG കാർ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ അമ്മ അവരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. ഇങ്ങനെ BJP സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവരെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തുകയും സ്ഥാനാർത്ഥിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇതാ മന്ത്രിപദത്തിലേക്ക് പോലും അവരെ നാമനിർദ്ദേശം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സാധാരണക്കാരിയായ തന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതിൽ നന്ദിയുണ്ട് എന്നാണ് അവർ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ ബംഗാൾ രാഷ്ട്രീയം കടന്നു പോവുകയാണ്. വനിതാ സംവരണ ബില്ല് വലിയ രീതിയിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചർച്ചയാക്കിയിരുന്നു. വനിതകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നൽകുക എന്നതാണ് വനിതാ സംവരണ ബില്ലിൻ്റെ ഒരു അടിസ്ഥാന ഉദ്ദേശം. പക്ഷേ അതിനെ പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിച്ചുവെന്ന് ഈ തെരഞ്ഞെടുപ്പിനിടെ പ്രതിപക്ഷം, അതായത് അന്നത്തെ BJP ഉന്നയിച്ചിരുന്നു. ആ വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണമെല്ലാം ബംഗാളിൽ BJPക്ക് വലിയ നേട്ടമായി മാറിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോഴിതാ കലിത മാജി എന്ന് പറയുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഇപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ സഹമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നത്.